നമസ്കാരം. 1978 ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു ഗാനം പുറത്തിറങ്ങി. ആ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ ബോണി എം എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ബാൻഡായിരുന്നു. ഈ ബോണി എം എന്ന് പറയുന്ന ബാൻഡിന് ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്ന ഗാനം നിർമ്മിക്കുവാനായിട്ടുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ്? അത് ജൂതന്മാരുടെ പൗരാണിക എഴുത്തുകളായിരിക്കും. ബൈബിളിൽ അത് സങ്കീർത്തന പുസ്തകം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ 137 സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിലെ ചില വരികൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ ബോണി എം എന്ന് പറയുന്ന ബാൻഡ് ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്ന ഗാനം നിർമ്മിച്ചിരിക്കുന്നത്. ബാബിലോണിയരുടെ അടിമത്തത്തിലേക്ക് പോയ ജൂതന്മാരെ അവരുടെ സിയോനെ ഓർത്ത് അവരെ അലരി വൃക്ഷത്തിന്മേൽ അവരുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടുകൊണ്ട് അവരെ സിയോനെ ഓർത്ത് വിലപിച്ച് കരഞ്ഞ് പാടിയ പാട്ടാണ് 137 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതിനെ ആധാരമാക്കിയിട്ടാണ് ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്ന ഗാനം ബോണി എം നിർമ്മിച്ചത്. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ പറയുന്നൊരു വാക്കുണ്ട്, സിയോനെ ഓർത്ത് അവർ കരഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം സിയോനിലേക്ക് എത്താൻ പറ്റാതെ വണ്ണം അവർ ദൂരെയായിരിക്കുന്നു, ബാബിലോണിലെ അവർ അടിമകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ബോധത്തിൽ നിന്നുകൊണ്ട് അവരങ്ങനെ വിലപിക്കുന്ന ഒരു രംഗം ആ 137 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സയണിസത്തിൻ്റെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സയണിസത്തിൻ്റെ ചരിത്രത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. സയണിസം എന്ന് പറയുന്നത് 1897 ഉടലെടുത്ത ഒന്നല്ല, അല്ലെങ്കിൽ 1896 ഈ തിയോഡർ ഹെർഷൽ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു പുസ്തകം എഴുതി, ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം. അന്ന് തുടങ്ങിയതല്ല സയണിസത്തിൻ്റെ ചരിത്രം. അതിനുമൊക്കെ പുരാതനമായ തലത്തിൽ ജൂതന്മാരുടെ സംസ്കാരവും അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സയൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിയോൻ എന്ന് പറയുന്നത്. എന്താണ് സിയോൻ എന്നുള്ളതിൻ്റെ ചരിത്രം നമ്മൾ ചികഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ സിയോൻ എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. സിയോൻ എന്ന് പറയുമ്പോൾ യെരുശലേമിലെ ഒരു പ്രത്യേകമായിരിക്കുന്ന മലയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ യെരുശലേമിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഹോളി ലാൻഡിനെ സൂചിപ്പിക്കുന്നു, ഇസ്രായേലിനെ തന്നെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വർഗീയമായ രാജ്യത്തെ എന്ത് ചെയ്യുന്നു, അത് സൂചിപ്പിക്കുന്നു എന്നുള്ള തലത്തിൽ പല നിലകളിലുള്ള വ്യാഖ്യാനമുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സയണിസത്തിൻ്റെ ചരിത്രമാണ്. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 1894 മുതൽ 1906 വരെ ഫ്രാൻസിലുടനീളം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഡ്രൈഫസ് അഫെയർ എന്ന് പറയുന്നത്. ആൽഫ്രഡ് ഡ്രൈഫസ് എന്ന് പറയുന്ന ജൂതനായിരുന്നു അതിൻ്റെ കാരണക്കാരൻ. ഇദ്ദേഹം നിസ്സാരക്കാരനല്ലായിരുന്നു. ആ സമയത്ത് ഫ്രഞ്ച് ആർമിയിലെ ആർട്ടിലറി ക്യാപ്റ്റനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആർമിയിലുള്ള ചിലർ ഇദ്ദേഹത്തെ സംശയിച്ചു. ഇദ്ദേഹം ഒരു ജർമ്മൻ ചാരനാണെന്നാണ് അതിൽ പലരും കരുതിയിരുന്നത്. കാരണം ഫ്രഞ്ച് ആർമിയുടെ രഹസ്യങ്ങൾ ജർമ്മനിക്ക് ചോർത്തി കൊടുക്കുന്ന ചാരനായിട്ടാണ് ഇദ്ദേഹത്തെ ആ സമയത്ത് ചിലർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വ്യാജ കുറ്റം ഇദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്യുകയും ഇദ്ദേഹത്തെ ജീവപര്യന്തം അങ്ങനെ ജയിലിൽ തള്ളുകയും ചെയ്തു. ഇത് ആ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്ത ഒന്നാണ്. പ്രത്യേകിച്ച് ജൂത സമൂഹത്തിൻ്റെ ഇടയിൽ ഈ വിഷയം വല്ലാതെ അങ്ങ് ഭീതി ജനിപ്പിക്കാനായിട്ട് ഇടവന്നു. അങ്ങനെ ഭീതി ജനിപ്പിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജൂതനായിരുന്നു തിയോഡർ ഹെർഷൽ എന്ന് പറയുന്ന സയണിസത്തിൻ്റെ ആധുനിക തലത്തിലെ പിതാവെന്ന് വിളിക്കാൻ പറ്റുന്ന തിയോഡർ ഹെർഷൽ. 1860 തിയോഡർ ഹെർഷൽ ജേക്കബ് ഹെർഷലിൻ്റെ മകനായിട്ട് ജനിക്കുന്നത്. ഈ ജേക്കബ് ഹെർഷൽ എന്ന് പറയുന്നത് വളരെ സമ്പന്നനായൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു ജൂതനായിരുന്നു ഈ തിയോഡർ ഹെർഷൽ. അപ്പോൾ ആ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജൂതന്മാർക്കെതിരായിട്ടുള്ള പീഡകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ജൂതവിരോധം വളരെ ശക്തി ആർജിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഡ്രൈഫസ് അഫെയറൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഈ ഡ്രൈഫസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഈ ചാരൻ ആണെന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഈ ഫ്രാൻസിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ജനത തന്നെ ആ കാലഘട്ടത്തിൽ ജൂതവിരോധപരമായിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ആ സമയത്ത് മുഴക്കി. ഇതിനെ വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു തിയോഡർ ഹെർഷൽ എന്ന് പറയുന്നത്. തിയോഡർ ഹെർഷൽ വിചാരിച്ചിരുന്നത് താനൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു സമ്പന്ന ജൂ ആണ്. ലോകത്ത് പല നിലകളിൽ ജൂതന്മാർക്കെതിരായിട്ട് പീഡകളുണ്ടാകുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ടാകുന്നു. അതെല്ലാം സാധാരണക്കാരായ ജൂതന്മാരാണ് അതിൽ മഹാഭൂരിപക്ഷവും അതിൻ്റെ ഇരയായിത്തീരുന്നത് എന്നുള്ള ഒരു ധാരണയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഈ ഡ്രൈഫസിനെ പോലുള്ള ഫ്രഞ്ച് ആർമിയുടെ ആർട്ടിലറി ക്യാപ്റ്റനായിരുന്ന ഒരു വ്യക്തിക്ക് ഈ ഗതി വന്നുവെങ്കിൽ തങ്ങൾക്ക് നാളെ അത് സംഭവിക്കാമെന്നുള്ളൊരു ഭീതി തിയോഡർ ഹെർഷലിനെ കൂടുതൽ ചിന്തിക്കുവാനായിട്ട് ഇടവരുത്തി എന്നാണ് നമ്മൾ ചരിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. തിയോഡർ ഹെർഷലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഓസ്ട്രോ ഹംഗേറിയൻ ജൂ ആയിരുന്നു. പല മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ തിയോഡർ ഹെർഷൽ.
അദ്ദേഹം പ്ലേ റൈറ്റ് ആയിരുന്നു, റൈറ്റർ ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, ലോയർ ആയിരുന്നു. അങ്ങനെ പല നിലകളിലെ പല മേഖലകളിലെ തൻ്റെ കഴിവ് തെളിച്ച വ്യക്തിയായിരുന്നു. അവസാനമായിട്ട് അദ്ദേഹം ഒരു വലിയ സമർത്ഥനായ ഒരു പൊളിറ്റീഷ്യൻ കൂടിയായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം കാട്ടിത്തരികയുണ്ടായി. 1896 തിയോഡർ ഹെർഷൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരായിരുന്നു ദ ജൂയിഷ് സ്റ്റേറ്റ്. അതിൽ അദ്ദേഹം ആ പുസ്തകത്തിന് ഹെഡിങ് ഇട്ടതുപോലെ തന്നെ ദ ജൂയിഷ് സ്റ്റേറ്റ്, അതായത് ജൂതൻ സുരക്ഷിതനായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവന് സ്വന്തമായിട്ട് എന്തുണ്ടാകണം, ഒരു സ്റ്റേറ്റ് ഉണ്ടാകണം എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചത്. ജൂതന് ജനിക്കാനും മരിക്കാനും മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യാനായിട്ട് അവന് സ്വന്തമായിട്ടൊരു മണ്ണുണ്ടാകണം. അതാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറഞ്ഞതായിരിക്കുന്ന കാര്യം. കാരണം ആ കാലഘട്ടത്തിൽ ഈ ജൂതനെ കണ്ടു കഴിഞ്ഞാൽ ജൂതനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഹിറ്റ്ലർ അതിൻ്റെ കലാശക്കൊട്ട് മാത്രമാണ് ഹിറ്റ്ലർ നടത്തിയത്. അതൊക്കെ മുമ്പും ജൂതൻ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പ്ലേഗ് വന്നതിന് കാരണം ജൂതനാണെന്നും പറഞ്ഞ് ജൂതനെ പീഡിപ്പിച്ച ചരിത്രമുണ്ട്. അങ്ങനെ പല നിലകളിൽ ജൂതൻ ലോകത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആൻറ്റി-സെമറ്റിസം എന്ന് പറയുന്ന വിഷം അവരെ അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1897 ഹെർഷലിൻ്റെ നേതൃത്വത്തിലെ സ്വിറ്റ്സർലാൻഡിലെ ബേസിലെ ആദ്യത്തെ സയനിസ്റ്റ് കോൺഗ്രസ് നടക്കുകയുണ്ടായി. അതിനുശേഷം സയനിസം എന്ന് പറയുന്നത് ഓരോ ജൂതനും വ്യക്തിപരമായി ഏറ്റെടുത്തതായിരിക്കുന്ന ഒന്നായിരുന്നു. തിരികെ അവരുടെ നാട്ടിലേക്ക് പോകാനായിട്ട് അവർ വളരെ ആർജവത്തോടു കൂടി ആ ആശയത്തിന് വേണ്ടി നിലനിന്നു എന്ന് കാണാൻ കഴിയും. അവരുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് തിരികെ പോവുക എന്നുള്ളത് മാത്രമാണ് തങ്ങൾക്ക് ഏക മാർഗം എന്നുള്ളത്. തങ്ങളായിരിക്കുന്ന ഈ നാടൊന്നും തങ്ങളെ സ്നേഹിക്കില്ല, തങ്ങളെ കൊന്നുകളയും എന്നുള്ള ഭയത്തിൽ നിന്നുകൊണ്ട് അവർ വേണ്ടുന്ന പിന്തുണ ഈ പറയുന്ന സയനിസത്തിന് പ്രഖ്യാപിക്കാനുണ്ടായത്. അന്ന് ജൂതന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പീഡനങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കുന്ന ഒരു ജനതയായിട്ട് മാറിയിരുന്നു. ആ ജനതയോട് സ്വാഭാവികമായിട്ടും ലോകത്തിലുണ്ടായിരുന്ന പലർക്കും സിമ്പതി തോന്നിത്തുടങ്ങി. കാരണം ഇവർ ഇയാംപാറ്റകളെ പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും മറ്റുമൊക്കെ മരിച്ചു വീഴുന്നതായിരിക്കുന്ന രംഗം കണ്ട് കരളലിഞ്ഞ മനുഷ്യർ ഇവർക്കൊരു ഹോംലാൻഡ് വേണമെന്നുള്ളത് ആഗ്രഹിച്ചു. അതിൽ പ്രധാനികളായിരുന്നു അക്കാലത്തെ ബ്രിട്ടീഷ് നേതാക്കന്മാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൺസർവേറ്റീവ് പാർട്ടിയിൽ അംഗമായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം വേണം എന്നുള്ളതിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷ് നേതാക്കന്മാരെല്ലാവരും തന്നെ അവരുടെ ക്രിസ്ത്യൻ ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്നവരാണ്. ക്രിസ്ത്യൻ ഐഡിയോളജി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ബൈബിൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ജൂതന്മാരുടെ നാടാണ് ഏത്, ഇസ്രായേൽ എന്ന് പറയുന്നത്. 1897 സയനിസ്റ്റ് കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പാലസ്തീനിയ ഭരിക്കുന്നത് ഓട്ടോമൻ തുർക്കികളാണ്. 1517 ഓട്ടോമൻ തുർക്കികൾ അവിടെ ഭരണം പിടിച്ചെടുത്ത് അവിടെ കയറിയതാണ്. അവരെ 1917 വരെ അവിടെ ഭരിച്ചു എന്ന് കാണാൻ കഴിയും. അങ്ങനെ നീണ്ട 400 വർഷക്കാലം ഈ ഓട്ടോമൻ തുർക്കികളെന്ന് പറയുന്ന അധിനിവേശ ശക്തികളുടെ കീഴിലായിരുന്നു ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുക, അല്ലെങ്കിൽ പാലസ്തീനിയ എന്ന് പറയുന്ന പ്രദേശം. അതിന് വിരാമം കുറിച്ചതാകട്ടെ 1918 ബ്രിട്ടനാണെന്ന് കാണാൻ കഴിയും. ജൂതന്മാരുടെ ചിരകാല മോഹമായിരുന്ന ഒരു ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്വപ്നത്തെ സാധൂകരിച്ചുകൊണ്ട് എഴുതി അയക്കപ്പെട്ട ലെറ്ററായിരുന്നു ബാൽഫർ ഡിക്ലറേഷൻ. ആർതർ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി അന്നത്തെ ലോർഡ് റോഡ്ഷീൽഡിന് എഴുതി അയച്ച കത്തായിരുന്നു ഈ ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം, സ്വന്തമായിട്ടൊരു ഹോംലാൻഡ് വേണം, അത് സാധിച്ചു കൊടുക്കണം എന്നുള്ള നിലയിലാണ് അതിനോടുള്ള ജൂതന്മാരോടുള്ള സിമ്പതിയിൽ നിന്നുകൊണ്ടാണ് ആ ലെറ്റർ റോഡ്ഷീൽഡിന് എഴുതിയേക്കുന്നത്. റോഡ്ഷീൽഡാകട്ടെ ബ്രിട്ടീഷ് ജൂവുമായിരുന്നു. പിൽക്കാലത്ത് ജൂതന്മാർക്ക് ഒരു സ്റ്റേറ്റ് വേണമെന്നുള്ളതിനെ സാധൂകരിക്കുന്നതിന് നിർണായക ഡിക്ലറേഷനായിട്ട് മാറിയത് ഈ ബാൽഫർ ഡിക്ലറേഷനാണ് എന്ന് കാണാൻ കഴിയും. 1922 കാലഘട്ടത്തിലെ അന്നത്തെ ലീഗ് ഓഫ് നേഷൻ്റെ അനുമതിയോടുകൂടി ഈ പാലസ്തീനിയ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കീഴിലേക്ക്. ആ കാലഘട്ടത്തിലെ യൂറോപ്പിലെ പ്രത്യേക സാഹചര്യം കൊണ്ട് പ്രത്യേകിച്ച് ആൻറ്റിസെമിറ്റിസം വളരെയധികം ശക്തിയാർജിച്ച് നിൽക്കുന്നു. ജൂതന്മാർക്ക് പലയിടങ്ങളിലെ പീഡകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു. ജൂതൻ ഒറ്റപ്പെടുന്നതായിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ നിൽക്കുകയാണ് ഈ പാലസ്തീനിയ എന്ന് പറയുന്ന പ്രദേശം ഓട്ടോമാന്മാരിൽ നിന്നും മോചിപ്പിച്ച് ബ്രിട്ടൻ്റെ കീഴിലേക്ക് വരികയും ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കീഴിലേക്ക് അതാകുകയും ചെയ്തതോടുകൂടി കുടിയേറാനായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ അന്ന് യൂറോപ്പിലുള്ള നല്ലൊരു ശതമാനം ജൂതന്മാർ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജൂതന്മാർ ഈ പറയുന്ന ഇസ്രായേലിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന വാഗ്ദത്ത ദേശത്തേക്ക് അവരങ്ങനെ യാത്രയായി അങ്ങനെ കുടിയേറാനായിട്ട് തുടങ്ങിയെന്ന് കാണാൻ കഴിയും. ഈ വലിയ ഒഴുക്ക് ബ്രിട്ടീഷ് മാൻഡേറ്റിലേക്ക് ഉണ്ടായതോടുകൂടി ബ്രിട്ടൻ അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, അതായത് ജൂതന്മാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതിന് രണ്ടുണ്ടായിരുന്ന കാരണം അറബികളും ജൂതന്മാരും തമ്മിലുള്ള ഈ ക്ലാഷ്, അതുപോലെ തന്നെ
ഇവരുടെ ഭരണത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ കുടിയേറ്റം മാറുന്നു എന്നൊക്കെ വന്നപ്പോഴേക്കും ബ്രിട്ടൻ എന്ത് ചെയ്തു? ബ്രിട്ടൻ ഈ കുടിയേറ്റത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തും. ബ്രിട്ടൻ്റെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തൽ ജൂതന്മാരിൽ നല്ലൊരു ശതമാനം പേർക്കും എന്തുണ്ടായി? അതിനോട് വിയോജിപ്പുണ്ടാകുകയും അങ്ങനെ അതിൽ വിയോജിച്ച ചില കൂട്ടരെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തന്നെ തിരികെയും അവിടെയുള്ള ചില ബ്രിട്ടീഷ് പട്ടാളക്കാരുമായിട്ടൊക്കെ എന്ത് ചെയ്യും? അത് ഏറ്റുമുട്ടലിലേക്ക് അത് ചെന്ന് എത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. 1945 ഹിരോഷിമയിലും നാഗാസാക്കിയിലും അമേരിക്ക ബോംബിട്ടതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാനുണ്ടായത്. ഡേവിഡ് ബെൻഗൂരിയൻ 1947 ഈ UNO ഈ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്ന സമയത്ത് 2 സ്റ്റേറ്റ് ജൂതന്മാർക്ക് വേണ്ടിയിട്ടും അറബികൾക്ക് വേണ്ടിയിട്ടും എന്നുള്ളത് മുന്നോട്ട് വെച്ച സമയത്ത് 100% അതിനെ പിന്തുണച്ച വ്യക്തിയായിരുന്നു ഈ ഡേവിഡ് ബെൻഗൂരിയൻ എന്ന് പറയുന്നത്. എന്നാൽ അറബ് ലീഡേഴ്സ് അതിനെതിരായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രപ്പോസൽ അന്ന് നടക്കാതെ പോയത് എന്നുള്ളത് ചരിത്രത്തിലെ പലരും ഇന്നും മറന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ജനിക്കുന്നതിനെ തടയാനായിട്ട് ഈ അറബികൾക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ 1948 മെയ് 14 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഔദ്യോഗികമായിട്ട് അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ സയനിസം എന്ന് പറയുന്നത് പലരും അതിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ്. തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറയുന്നതിനേക്കാൾ അതിനോട് നീതി പുലർത്തുന്നത് അതൊരു ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടാനായിട്ട് ജൂതന്മാരുടെ ഇടയിലെ അല്ലെങ്കിൽ ജൂതന്മാരെ എല്ലാവരെയും ഏകോപിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് ഈ സയനിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റിലൂടെയാണെന്ന് കാണാൻ കഴിയും.